ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ മധുരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വെറും 3 ചേരുവകൾ വെച്ച് മാത്രം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കുട്ടി സ്വീറ്റാണ്. നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് 1 കപ്പ് കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. ഗ്രാം ഫ്ലവർ കടലമാവ് ആണ് ചേർക്കുന്നത്. അപ്പോൾ ഈ കടലമാവ് നമുക്കറിയാം എപ്പോഴും കട്ടകളായിട്ടാണ് ഇരിക്കുക. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് ആദ്യം ഒരു അരിപ്പയിൽ അരിച്ചിട്ട് വേണം ഒരു ബൗളിനകത്തോട്ട് മാറ്റി വയ്ക്കാനായിട്ട്. അങ്ങനെ നല്ല നൈസ് പൗഡറായിട്ട് ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിക്കണം. സാധാരണ വെള്ളമാണ്. വെള്ളം ഒഴിക്കുന്ന സമയത്ത് എല്ലാം വെള്ളം കൂടെ ഒരുമിച്ച് ഒഴിക്കാതെ ആവശ്യത്തിനൊഴിച്ച് കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. അപ്പം ഞാൻ ഇതിൻ്റെ ഒരു പരുവം എങ്ങനെയാണെന്നുള്ളത് ഇപ്പം ഇതിൻ്റെ ഈ വെള്ളം ആവശ്യത്തിനുള്ളത് ചേർത്തിട്ടുള്ളത് കാണിക്കാം. അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമുക്ക് ഈ ഒരു കടലമാവും വെള്ളം കൂടെ മിക്സ് ചെയ്തെടുക്കേണ്ടത്. കണ്ടോ, ഒത്തിരി തിക്കും അല്ല എന്നാൽ ഒത്തിരി ലൂസും അല്ലാത്തൊരു ബാറ്ററായിട്ടാണ് വേണ്ടത്. അപ്പോൾ ഇത് ഞാനൊരു 3 പാത്രത്തിൽ ഒന്ന് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ ഇച്ചിരി കളർഫുൾ ആയിട്ടുള്ളൊരു ബൂന്തി ആയിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണം കളേഴ്സ് ഒന്നും ചേർക്കണ്ടെന്നുണ്ടെങ്കിൽ ഇത് നേരെ തന്നെ ഇനി കാണുന്ന ഒരു രീതിയിലൊന്ന് വറുത്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് കാണിക്കാം. അപ്പോൾ അതിന് മുൻപ് ഞാൻ പറഞ്ഞ പോലെ കളർ ഇച്ചിരി ചേർക്കുന്നുണ്ട്. അപ്പോൾ 3 കളേഴ്സാണ് ചേർക്കുന്നത്. അതുകൊണ്ട് 3 ബൗളിൽ ഇതൊന്ന് മാറ്റി ഒഴിക്കുന്നുണ്ട്. അപ്പം 3 കളറ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, ഒന്ന് യെല്ലോ കളറാണ്, ഒന്ന് ഓറഞ്ച് റെഡ് കളറാണ്, മറ്റൊന്ന് ഗ്രീൻ കളറാണ്. അപ്പോൾ ഈ 3 കളറും കൂടെ ഒന്ന് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ 3 കളേഴ്സും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ടൊരു ബൗൾ വെച്ചിട്ടുണ്ട്, ഒരു പാൻ വെച്ചിട്ടുണ്ട്. സോസ് പാൻ ആണ് വെച്ചിരിക്കുന്നത്. നല്ല കുഴിയുള്ള ഒരു പാത്രം എടുക്കുക. അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കുക. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി ഈ 2 രീതിയിലുള്ള ഇതുപോലത്തെ ഒരു കയ്യിൽ എന്നൊക്കെയാണ് നമ്മുടെ അവിടെ പറയുക. അപ്പോൾ കയ്യിൽ ഇതുപോലത്തെ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് 2 രീതിയിലുള്ള ചെറിയ ഹോളുള്ളതും വലിയ ഹോളുള്ളതും ഉണ്ട്. ഞാനിപ്പോൾ അത്യാവശ്യം ഉള്ളതിൽ വലിയ ഹോളാണ് എടുത്തിരിക്കുന്നത്. കണ്ടോ, ഈ ഒരു രീതിക്കുള്ളത്. അപ്പോൾ ഇനി ചെയ്യാനുള്ളത്, ഇതൊന്ന് നമുക്കിതിനകത്ത് എണ്ണ ചൂടായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് ഒരു തുള്ളി മാവ് ഒന്ന് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അത് ഒന്ന് കൊമ്മളിച്ച ഉടനെ തന്നെ അത് ഈ എണ്ണയുടെ നമ്മുടെ പാത്രത്തിൻ്റെ മേൽഭാഗത്തോട്ട് ഇങ്ങനെ പൊന്തി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മുടെ ഈ ഒരു എണ്ണ ചൂടായിട്ടുണ്ടെന്നാണ്. അപ്പം ഞാനിനി ഇത് നേരെ തന്നെ ബാക്കിയുള്ളതും കൂടെ ഒന്ന് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ചെയ്യാനുള്ളത്, നമ്മുടെ ഈ ഒരു കയ്യിൽ ഇതുപോലെ ഒന്ന് വെക്കുക. എന്നിട്ട് ഞാൻ എണ്ണ മീഡിയം ഫ്ലെയിം ടു ഹൈ ഫ്ലെയിം വരെ വെക്കുക കേട്ടോ, അത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആദ്യം മാവ് ഇതുപോലെ ഒന്ന് ഒഴിച്ച് നമ്മുടെ ഈ ഒരു നമ്മൾ എടുത്തിരിക്കുന്ന കയ്യിൽ ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരേ സ്ഥലത്ത് തന്നെ വീണ് ഇത് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മളത് വിട്ടുപോകും. ഈ മാവ് ഒഴിക്കുന്നതിൽ ശ്രദ്ധിക്കുമ്പോൾ നമ്മളതിങ്ങനെ ചുറ്റിക്കാൻ മറന്നു പോവും. അപ്പോൾ അത് സാരമില്ല. ഇനിയിപ്പോൾ അങ്ങനെ കട്ട പിടിച്ചാൽ പോലും, ഇപ്പോൾ ഇതിനകത്ത് കാണാൻ ഇച്ചിരി കട്ട പിടിച്ചിട്ടുണ്ട്, അത് കുഴപ്പമില്ല. നമുക്ക് ലാസ്റ്റ് ഇത് ചൂടൊക്കെ ആറി കഴിയുമ്പോൾ ഇതിങ്ങനെ അടർത്തി എടുക്കാൻ പറ്റും. വളരെ ഈസിയാണ് അത് ചെയ്യാനായിട്ട്. അപ്പോൾ അത് ഞാൻ കാണിക്കാം. അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത്, ഇതൊന്ന് പെട്ടെന്ന് തന്നെ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചതുകൊണ്ട് തന്നെ ഒത്തിരി സമയമൊന്നും എടുക്കത്തില്ല. പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് വറുത്ത് കിട്ടും. ഇതിപ്പോൾ ഇപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള ആ 2 കളറും കൂടെ ഞാനൊന്ന് വറുത്ത് കോരി മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു 3 കളേഴ്സിലുള്ള ബൂന്തി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് ഞാൻ പറഞ്ഞ പോലെ കുറച്ചൊക്കെ ഇങ്ങനെ ഒട്ടിയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതൊന്ന് അടർത്തി എടുക്കാൻ വേണ്ടി വളരെ ഈസിയാണ്. കണ്ടില്ലേ, ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് കയ്യിൽ നിന്നൊക്കെ ഒന്ന് വിടുവിച്ച് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ വിട്ടു പോരുന്നുണ്ട്. അപ്പോൾ അതേപോലെ നമുക്കതൊന്ന് ഒട്ടിയിരിക്കുന്നതൊക്കെ ഒന്ന് അടർത്തി മാറ്റാം. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ ബൂന്തി റെഡിയാണ്. ഇനി ചെയ്യാനുള്ളത്, ഇതിന് ഒരു പഞ്ചസാരയൊക്കെ വേണ്ട, ഒരു മധുരമൊക്കെ വേണ്ടേ. അപ്പോൾ അതിനായിട്ട് മറ്റൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് 1/4 കപ്പ് പഞ്ചസാരയും അതേ കപ്പിൽ തന്നെ 1/2 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഈ പഞ്ചസാരയും വെള്ളം കൂടെ ഒന്ന് അലിഞ്ഞു വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം.
ഞാനിനി ഇതിനകത്തോട്ടൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതാണ്. അത് ഏലയ്ക്കും പഞ്ചസാരയും കൂടെ മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതിൽ നിന്ന് ഞാൻ അങ്ങനെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അത് ഏലക്കപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഏലക്കയുടെ തൊണ്ടൊക്കെ കളഞ്ഞ് ഇതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുത്താൽ മതി. അത് കഴിഞ്ഞ് ഈ ഒരു ഷുഗർ സിറപ്പൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും അതെടുത്ത് മാറ്റി വെക്കുകയോ അല്ലെങ്കിൽ കളയുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് വെള്ളമൊക്കെ ഇതുപോലെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ ഷുഗർ സിറപ്പ്. ഈ ഒരു സമയത്ത് ഇതിനകത്തോട്ട് ഞാൻ ഇപ്പൊക്കെ മീഡിയം ഫ്ലെയിമിലാണ് കിടക്കുന്നത്. നമ്മുടെ ഈ എടുത്ത് വെച്ചിട്ടുള്ള ബൂന്തി നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഇത് വളരെ കളർഫുൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പെട്ടെന്നൊക്കെ നമ്മുടെ വീട്ടിൽ വിരുന്നാരൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മധുരമാണ്. അപ്പോൾ ഇത് നമ്മൾ ലഡു ഉണ്ടാക്കുന്ന അതേ പ്രോസസ്സ് തന്നെയാണ്. പക്ഷേ നമ്മളിത് ലഡുവിൻ്റെ പോലെ ഉരുള പിടിക്കാന്ന് പറയത്തില്ല, അത് ചെയ്യുന്നില്ല. നമ്മളിതിങ്ങനെ വേറിട്ട് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ബൂന്തിയായിട്ട് തന്നെ സ്പൂണിൽ കോരി കഴിക്കാവുന്ന രീതിയിലുള്ള ഒരു ബൂന്തിയായിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് ഇപ്പം ഇതിനകത്ത് കാണാം ഇപ്പോഴും ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ട് കേട്ടോ, ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട്. അത് നമുക്ക് ഇതേപോലെ സ്പാച്ചുല വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇത് ഇളക്കാൻ ഉപയോഗിക്കുന്ന കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഉടച്ച് കൊടുക്കുവാണെങ്കിൽ അതും ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് തന്നെ വിട്ട് ഒറ്റയ്ക്ക് ഇരുന്നോളും. അപ്പോൾ ഇനി നമുക്കിത് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇതിലത്തെ ഷുഗർ സിറപ്പൊക്കെ വറ്റി ഈ ഒരു ബൂന്തിയിലൊക്കെ കയറി പിടിച്ച് നല്ല മധുരമൊക്കെ ആവും. അതുവരെ നമുക്ക് ഇതിപ്പോൾ കുറച്ച് വെള്ളം പോലെയാണ് ഇരിക്കുന്നത്, അത് സാരമില്ല, അതിന് വറ്റാൻ തുടങ്ങും. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഇതിലത്തെ ഷുഗർ സിറപ്പൊക്കെ വറ്റി നമ്മുടെ ഈ ഒരു ബൂന്തിയിലൊക്കെ കയറി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഇതൊരു സെർവിങ് ബൗളിനകത്തോട്ട് മാറ്റി വയ്ക്കാം. ഇത്രയേ ഉള്ളൂ കാര്യം. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇനി ഇത് തന്നെ ലഡു ആക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസിയാണ്. നമുക്ക് ഇതിൻ്റെ ചൂടൊക്കെ ആറി കഴിയുമ്പോൾ മിക്സിയിൽ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് പിന്നെ അത് നമ്മൾ കയ്യിൽ അല്പം നെയ്യൊക്കെ തടവി ഒന്ന് ബോൾസൊക്കെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ലഡു ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ റെസിപ്പി ഞാൻ അതിൻ്റെ ഈ ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളത് പിന്നീട് കാണിക്കാം, നിങ്ങൾ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സൂപ്പർ ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു മധുരമാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെന്നാൽ അല്ലെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെന്നാൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.